നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂണിയൻ ബഡ്ജറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന പരീക്ഷകളിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാവും ബഡ്ജറ്റിൽ നിന്നുണ്ടാവുക. വരവുകൾ, ചെലവുകൾ തുടങ്ങിയ ഭാഗങ്ങൾ, ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാതും PSCയുടെ ചോദ്യപേപ്പറുകളിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് മെയിൻ പരീക്ഷകളിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കുറച്ച് കാര്യമായിട്ട് തന്നെ നോക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകൾ വായിച്ച് നിങ്ങൾ പ്രിപ്പയർ ആവുക. നമ്മൾ ഈ ബഡ്ജറ്റിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അതിലുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും വരവുകളും ചെലവുകളും തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. PSC അല്ലാതെ മറ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, UPSC പോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബഡ്ജറ്റ് നിർബന്ധമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് PSCക്ക് അത്രത്തോളം ഡീപ്പായിട്ട് പോകണ്ട എങ്കിൽ പോലും ബഡ്ജറ്റ് ഇപ്പോൾ പരീക്ഷകളിൽ സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, അവതരിപ്പിക്കുന്ന 8ാമത്തെ ബഡ്ജറ്റാണിത്. അവരതിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ബഡ്ജറ്റ്, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു എന്നത് ഇനി മുതൽ നിർമ്മല സീതാരാമനുള്ള റെക്കോർഡാണ്. ഇതുവരെ അത് CD ദേശ്മുഖിനായിരുന്നു. അവരുടെയൊക്കെ റെക്കോർഡുകൾ മറികടന്നിട്ടാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ തുടർച്ചയായി ഇത്ര അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദെൻ നമുക്ക് ഈ ബഡ്ജറ്റിലെ വിവരങ്ങളിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ 1 രൂപ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 രൂപയിലെ 24% ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റിയാണ്. നമ്മൾ കടമെടുക്കുന്നതാണ് 24%. ദെൻ 22% ഇൻകം ടാക്സാണ്. ഇൻകം ടാക്സാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ വരുമാനം ഇൻകം ടാക്സാണ്. ദെൻ അടുത്തത് 18%-ഓളം GST ആണ്. GST ആൻഡ് അതർ ടാക്സസിൽ നിന്നും 18% നമുക്ക് ലഭിക്കുന്നത്. ദെൻ 17% കോർപ്പറേഷൻ ടാക്സാണ്. 17% കോർപ്പറേഷൻ ടാക്സാണ്. 9% നോൺ ടാക്സ് റെസീപ്റ്റ്സ് ആണ്. നോൺ ടാക്സ് റെസീപ്റ്റ്സിൽ നിന്നും 9%, 5% യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്നും, ദെൻ 4% കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും, കസ്റ്റംസിൽ നിന്നും 4%, നോൺ ഡെബിറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ നിന്നും 1%. അങ്ങനെയാണ് നമ്മുടെ ഓരോ രൂപയും കൗണ്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബോറോയിങ്സ് ആൻഡ് അതേഴ്സ്, ദെൻ സെക്കൻഡ് പ്ലേസ് ഇൻകം ടാക്സ്, തേർഡ് പ്ലേസ് GST, ഫോർത്ത് പ്ലേസ് കോർപ്പറേഷൻ ടാക്സ്. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓർഡർ ആക്കാൻ ചോദ്യം വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദെൻ നമ്മുടെ 1 രൂപ എങ്ങോട്ടാണ് പോകുന്നത്, റുപ്പീസ് ഗോസ് ടു, എങ്ങനെയാണ് നമ്മൾ ആ 1 രൂപയെ ചിലവാക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും വലിയ ചിലവായിട്ട് വരുന്നത് 22% സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആണ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. കേന്ദ്രത്തിൻ്റെ ഫണ്ടിൽ നിന്ന് 22% സ്റ്റേറ്റ് ഷെയർ ആയിട്ടാണ് പോകുന്നത്. 22%. ദെൻ 20% സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. കടത്തിൻ്റെ പലിശ കൊടുക്കുക എന്നുള്ളതാണ് 20% ഉള്ള ചിലവ്. ദെൻ അടുത്തത് തേർഡ് പ്ലേസിൽ നിൽക്കുന്നത് 16% സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്. സെൻട്രൽ സെക്ടർ സ്കീംസിന് വേണ്ടിയിട്ടാണ് 16% ചിലവഴിക്കുന്നത്. അതിൽ എക്സ്ക്ലൂഡിങ് ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ ഡിഫൻസ് ആൻഡ് സബ്സിഡി, ഡിഫൻസിൽ വേണ്ട ക്യാപിറ്റൽ ഔട്ട്ലേയും പിന്നെ സബ്സിഡിയും ഒഴിവാക്കിയിട്ടാണ് ഈ 16%. ദെൻ അടുത്തത് ഏറ്റവും കൂടുതലുള്ളത് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് 8%, സെൻട്രൽ സ്പോൺസേഡ് സ്കീംസ് 8%, അതർ എക്സ്പെൻഡിച്ചറിൽ 8%, അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിലും 8%. അപ്പോൾ 8% വരുന്ന കുറച്ചധികം മേഖലകളുണ്ട്. ഡിഫൻസ് മേഖലയിൽ 8%, ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രേഡ് ട്രാൻസ്ഫേഴ്സിൽ 8%, സെൻട്രലി സ്പോൺസേഡ് സ്കീംസിൽ 8%, ദെൻ അതർ എക്സ്പെൻഡിച്ചറിൽ 8%. നേരത്തെ നമ്മൾ സെൻട്രൽ സെക്ടർ സ്കീമിൽ ഈ 16% എന്ന് പറഞ്ഞു. പക്ഷേ ആ 16%-ൽ സബ്സിഡി ഒഴിവാക്കിയിട്ടാണ്. ആ സബ്സിഡിയൊക്കെ വരുന്നത് ഈ 8%-ലാണ്. സെൻട്രലി സ്പോൺസേഡ് സ്കീംസിലെ 8%-ലാണ് അത് ഉൾപ്പെടുക. ദെൻ അടുത്തത് 6% മേജർ സബ്സിഡികളാണ്. സബ്സിഡികൾ, ഏറ്റവും പ്രധാനപ്പെട്ട സബ്സിഡികളൊക്കെ 6%-ലാണ് ചിലവഴിച്ചു പോവുക. 1 രൂപയിൽ 6% സബ്സിഡിക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. ദെൻ അടുത്തത് 4% പെൻഷനാണ്. 1 രൂപയിൽ 4% പെൻഷന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ യൂണിയൻ ബഡ്ജറ്റിൽ ചിലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 1 രൂപ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസിൽ നിന്നാണ്. രണ്ടാമത് ഇൻകം ടാക്സിൽ നിന്നാണ്. അതിന് ഏറ്റവും കൂടുതൽ ചിലവ് നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. 20%, സ്റ്റേറ്റ്സ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് 22%. രണ്ടാം സ്ഥാനം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുമാണ്. മൂന്നാം സ്ഥാനം സെൻട്രൽ സെക്ടർ സ്കീംസിനാണ് ചിലവിന്. ദെൻ കുറച്ച് മറ്റ് കാര്യങ്ങൾ കൂടി നോക്കാം. ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. നമ്മുടെ
ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള വിഷയങ്ങൾ അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്സ് തുടങ്ങിയ മേഖലകളിലാണ്. നമുക്കറിയാം ടാക്സ് കുറച്ചു, 12 ലക്ഷം വരെയുള്ള വരുമാനമുള്ള ആദായ നികുതി അടയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇന്നലെ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും. നമ്മളുടെ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ദ ഫ്യൂവൽ എന്ന് പറയുന്നത് റിഫോംസ് ആണ്. നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് റിഫോംസ് ആണ്. ഗൈഡിങ് സ്പിരിറ്റ് ഇൻക്ലൂസിവിറ്റി ആണ്. ഗൈഡിങ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നതാണ് ഗൈഡിങ് സ്പിരിറ്റ്. ഡെസ്റ്റിനേഷൻ, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വികസിത ഭാരതമാണ്. വികസിത് ഭാരതമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആസ്പിരേഷൻ ഫോർ വികസിത് ഭാരതാണ്. പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യങ്ങൾ ആക്സലറേറ്റ് ഗ്രോത്ത്, വളർച്ച വേഗത്തിലാക്കുക. സെക്യൂർ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം സാധ്യമാക്കുക. എൻഹാൻസ് സ്പെൻഡിങ് പവർ ഓഫ് ഇന്ത്യാസ് റൈസിംഗ് മിഡിൽ ക്ലാസ്, നമ്മുടെ മധ്യവർഗത്തിൻ്റെ സ്പെൻഡിങ് പവർ, ചെലവഴിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഇൻവിഗറേറ്റ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് സെക്ടറിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വേഗത്തിലാക്കുക അല്ലെങ്കിൽ കൂട്ടുക. അപ്ലിഫ്റ്റ് ഹൗസ് ഹോൾഡ് സെൻറ്റിമെൻറ്റ്സ്, അപ്ലിഫ്റ്റ് ഹൗസ് ഹോൾഡ് സെൻറ്റിമെൻറ്റ്സ് എന്നാണ് നമ്മൾ എല്ലാവർക്കും വീട് എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങൾ വേഗത്തിൽ പ്രാപ്തമാക്കുക. അതുപോലെ വെള്ളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരിലോട്ടും എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ലക്ഷ്യത്തിൻ്റെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലോട്ട് എത്താനുള്ള വഴികൾ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചറുകൾ ഏതെല്ലാം എന്നാണ് നോക്കാം. നമ്മുടെ ഡിഫൻസ് സെക്ടറിന് 4,91,732 കോടി രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത് ഡിഫൻസ് സെക്ടറിന് വേണ്ടിയിട്ട്. റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 2,66,817 കോടി രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഹോം അഫയേഴ്സിന് വേണ്ടിയിട്ട്, ആഭ്യന്തര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2,33,211 കോടി രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അഗ്രികൾച്ചർ ആൻഡ് അലിയേഡ് ആക്ടിവിറ്റീസ്, കൃഷിയും അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് 1,71,437 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ പർപ്പസ്, വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടിയിട്ട് 1,28,650 കോടി രൂപയാണ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് സെക്ടറിലെ 98,311 കോടി രൂപ. അർബൻ ഡെവലപ്മെൻറ്റിന് 96,777 കോടി രൂപ. IT ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻസിന് 95,298 കോടി രൂപ. എനർജി മേഖലയ്ക്ക്, ഊർജ്ജ മേഖലയ്ക്ക് 81,174 കോടി രൂപയും. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കൾക്ക് വേണ്ടിയിട്ട് 65,553 രൂപയും. സോഷ്യൽ വെൽഫെയർ സ്കീംസിന് വേണ്ടിയിട്ട് 60,052 കോടി രൂപയും. സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റിന് 55,679 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഈ ബഡ്ജറ്റിലെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതിൽ ഗരീബിന് അഥവാ ദരിദ്രർക്കും യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ കൃഷിക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള പ്രൊജക്റ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് വേഗത്തിൽ നോക്കാം. പ്രൈം മിനിസ്റ്റേഴ്സ് ധൻധാന്യ കൃഷി യോജന, ഡെവലപ്പിംഗ് അഗ്രി ഡിസ്ട്രിക്ട് പ്രോഗ്രാം ടു കവർ 100 districts ആൻഡ് ലൈക്ലി ടു ഹെൽപ്പ് 1.7 crore ഫാമേഴ്സ്. ഈ പ്രൊജക്റ്റ് ധൻധാന്യ കൃഷി യോജന 100 ജില്ലകളിലാണ് വ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. 100 ജില്ലകളിലൂടെ 1.7 കോടി കർഷകർക്ക് നേട്ടമുണ്ടാകും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. മിഷൻ ഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി, കോട്ടൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മിഷൻ ആരംഭിക്കുകയാണ്. 5-year മിഷനാണ്. ടു ഫെസിലിറ്റേറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് കോട്ടൺ ഫാമിംഗ്. അപ്പോൾ കോട്ടൺ കൃഷിക്കാർക്ക് സസ്റ്റൈനബിലിറ്റി നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി, കോട്ടൺ കൃഷിയിൽ സസ്റ്റൈനബിലിറ്റി നേടിയെടുക്കുക, സ്വയം പര്യാപ്തത നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള ഒരു മിഷനാണ്. മഖാന ബോർഡ് ഇൻ ബീഹാറിന് പ്രത്യേകിച്ച് മഖാന ബോർഡ് സ്ഥാപിക്കുകയാണ്. ഈ ടു ബി സെറ്റപ്പ് ടു ഇംപ്രൂവ് പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, വാല്യൂ അഡീഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് FPOs. നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്സ്, ഹൈ ഈൽഡിംഗ് സീഡ്സിനെ ഒരു നാഷണൽ മിഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. സീഡ് ബാങ്കുകൾ പോലെയുള്ള, ജീൻ ബാങ്കുകൾ പോലെയുള്ള കേന്ദ്രങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുകയാണ്. പദ്ധതി ഇട്ടിരിക്കുന്നു. ടാർഗറ്റഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് സീഡ്സ് വിത്ത് ഹൈ ഈൽഡ്, പെസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് ക്ലൈമറ്റ് റീസൈലൻസ്. ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. ഹൈ ഈൽഡും പെസ്റ്റ് റെസിസ്റ്റൻറ്റും ക്ലൈമറ്റിക് റീസൈലൻസും ഉള്ള സീഡ്സിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ നീക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എൻഹാൻസ്ഡ് ക്രെഡിറ്റ് ത്രൂ KCC, ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ് ഫോർ 7.7 crore ഫാമേഴ്സ്, ഫിഷർമാൻസ് ആൻഡ് ഡയറി ഫാമേഴ്സ് വിത്ത് എൻഹാൻസ്ഡ് ലോൺ ഓഫ് 5 lakh. അപ്പോൾ
ഡയറി ഫാമേഴ്സിനും അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്കുമൊക്കെ 5 ലക്ഷം വരെ ലോൺ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സാണ് റൂറൽ മേഖലയിലുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അന്നദാതാസിനെ അതായത് ഫാമേഴ്സിനെയും യങ്സ്റ്റേഴ്സിനെയും ദരിദ്രരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ആണ് ഏറ്റവും കൂടുതലായിട്ട് സർക്കാർ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് മറ്റു പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സക്ഷൻ അംഗൻവാടി ആൻഡ് പോഷൻ 2.0, ദെൻ എക്സ്പാൻഷൻ ഓഫ് കപ്പാസിറ്റി ഇൻ IITs, IITകളുടെ കപ്പാസിറ്റി കൂട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദെൻ ഡേ കെയർ ക്യാൻസർ സെൻറ്റേഴ്സ് ഇൻ ആൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ജില്ലാ ഹോസ്പിറ്റലുകളിലും ക്യാൻസർ സെൻറ്റേഴ്സ്, ഡേ കെയർ ക്യാൻസർ സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദെൻ ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം, എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ഉള്ള പുസ്തകങ്ങളും ഡിജിറ്റൽ രൂപത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദെൻ നാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ സ്കില്ലിംഗ് ടു ബി സെറ്റപ്പ് വിത്ത് ഗ്ലോബൽ എക്സ്പെർട്ടൈസ് ആൻഡ് പാർട്ട്ണർഷിപ്പ്, നാഷണൽ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഫോർ സ്കില്ലിംഗ് ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ അഡൾട്ട് തിങ്കിങ് ലാബ്സ്, അഡൾട്ട് ടിങ്കറിംഗ് ലാബ്സ് 50,000 ലാബ്സ് ടു ബി സെറ്റപ്പ് ഇൻ ഗവൺമെൻറ് സ്കൂൾസ് ഇൻ നെക്സ്റ്റ് 5 years. ഗവൺമെൻറ് സ്കൂളുകളിൽ 50,000 ലാബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ദെൻ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ എഡ്യൂക്കേഷൻ വിത്ത് എ ടോട്ടൽ ഔട്ട്ലേ ഓഫ് 500 crore. AI വികസനത്തിന് വേണ്ടിയിട്ട് 500 കോടി രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ദെൻ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ടു ബി പ്രൊവൈഡഡ് ടു ആൾ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ ആൻഡ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്, അതായത് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിലും അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്റേഴ്സ്, എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഇൻക്ലൂഡഡ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പാൻഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, 10,000 അഡീഷണൽ സീറ്റുകളാണ് മെഡിക്കൽ സീറ്റുകളിൽ, അതായത് MBBS സീറ്റുകളിലെ വർധന ഉദ്ദേശിക്കുന്നത്. 5 കൊല്ലം കൊണ്ട് അത് 75,000 സീറ്റുകൾ വർദ്ധിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഹെൽത്ത് സെക്ടറിന് വലിയൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. ദെൻ PM സ്വാനിധി ടു ബി റിവാംപ്ഡ് വിത്ത് എൻഹാൻസ്ഡ് ലോൺസ് ഫ്രം ബാങ്ക്സ്, UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് സപ്പോർട്ട്. അപ്പോൾ PM സ്വാനിധി കൂടുതൽ ലോൺ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഈ പറഞ്ഞ കാറ്റഗറി, അതായത് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് കൂടുതൽ ലോൺ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ PSC പഠിക്കുന്ന നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആവുക ഒരു രൂപയുടെ ചിലവും 1 രൂപയുടെ വരവുമാണ്. നമ്മുടെ പൈസകൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണത് ചിലവഴിക്കുന്നത് എന്ന ഭാഗമാണ്. പ്രധാനപ്പെട്ട കുറച്ച് സ്കീമുകളും കാര്യങ്ങളും, നമ്മൾ ഏത് മേഖലയിലോട്ടാണ് കൂടുതൽ പൈസ ചിലവാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.